നമസ്കാരം, കോഴിക്കോടൻ വാർത്തകളിലേക്ക് സ്വാഗതം. ADGP അജിത് കുമാർ അതീവ രഹസ്യമായി 2 പ്രമുഖ RSS നേതാക്കളെ കണ്ടത് ഗുരുതര വീഴ്ചയാണെന്ന അന്വേഷണ റിപ്പോർട്ട് പോലീസ് മേധാവി ഇന്ന് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. അജിത്തിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ശുപാർശ ചെയ്യും. രാഷ്ട്രീയ ചർച്ചകൾക്കും നേതാക്കളുമായി കൂടിക്കാഴ്ചയ്ക്കും IPSകാർക്ക് വിലക്കുണ്ട്. അജിത്ത് ഇത് ലംഘിച്ചു. ഔദ്യോഗിക വാഹനം ഒഴിവാക്കിയാണ് കൂടിക്കാഴ്ചയ്ക്ക് പോയത്. ചൂരൽമല ഉരുൾപൊട്ടലിൽ കേരളത്തിന് കേന്ദ്ര സഹായം ലഭിക്കാത്തതിൽ നിയമസഭയിൽ പ്രതിഷേധം. മരിച്ചവർക്ക് ചരമോപചാരം അർപ്പിച്ച വേളയിൽ ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും കേന്ദ്ര നിലപാടിനെതിരെ വിമർശനമുയർന്നു. എന്നാൽ അനുശോചന സന്ദേശത്തിൽ കേന്ദ്ര സഹായത്തിന്റെ കാര്യം മുഖ്യമന്ത്രി പരാമർശിച്ചില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഇത് ചർച്ചയിലേക്ക് കൊണ്ടുവന്നത്. വിമർശനത്തിൽ പങ്കുചേരുന്നതായി മന്ത്രി K രാജൻ പറഞ്ഞു. പശ്ചിമേഷ്യയിൽ സംഘർഷം നിലനിൽക്കുന്നതിനിടെ ഇസ്രായേലിലേക്ക് ഇന്ത്യൻ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാൻ മോദി സർക്കാർ സൗകര്യമൊരുക്കുകയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ആരോപിച്ചു. സർക്കാരിന്റെ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വഴി ഏകദേശം 15,000 ഇന്ത്യൻ തൊഴിലാളികളെ ഇസ്രായേലിലേക്ക് അയക്കുന്നുണ്ടെന്ന് എക്സിൽ ഒരു പോസ്റ്റിൽ ഖാർഗെ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. കൊല്ലം SN കോളേജ് സുവർണ ജൂബിലി ഫണ്ട് തിരിമറി കേസിൽ കേരള ഹൈക്കോടതി വിധിക്കെതിരെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി ഫയൽ സ്വീകരിച്ച് വാദം കേൾക്കാനായി മാറ്റി. വെള്ളാപ്പള്ളി നടേശന്റെ അപ്പീലിൽ ഹൈക്കോടതി വിധി കഴിഞ്ഞ മെയ്യിൽ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു. അന്തിമ വിധി വരുന്നതുവരെ സ്റ്റേ തുടരുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. പണിമുടക്കി 2 മാസം പിന്നിട്ടിട്ടും ഇൻസിനറേറ്റർ പ്രവർത്തനക്ഷമമാകാത്തതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാലിന്യ സംസ്കരണം പ്രതിസന്ധിയിൽ. ID പാൻ കേടായതോടെയാണ് ഇൻസിനറേറ്റർ പ്രവർത്തനം നിലച്ചത്. ഇൻസിനറേറ്റർ സ്ഥാപിച്ച പരിശുദ്ധിന്റെ കേരളത്തിലെ ഏജൻസിയായ EC സൊല്യൂഷനുമായി ഇതിന്റെ അറ്റകുറ്റപ്പണിക്ക് ധാരണയിലെത്തിയെങ്കിലും പ്രവൃത്തി തുടങ്ങിയിട്ടില്ല. വിദ്യാർത്ഥികൾക്ക് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന കക്കോടി സ്വദേശികളായ 2 യുവാക്കൾ നടക്കാവ് പോലീസിന്റെ പിടിയിലായി. 100.630 ഗ്രാം കഞ്ചാവുമായി കക്കോടി കൂടത്തുംപൊയിൽ ശാരിയേക്കൽ താഴത്ത് നിഹാൽ, കയ്യൂന്നിമ്മൽ താഴം പാലക്കൽ അഭിഷേക് എന്നിവരെയാണ് നടക്കാവ് SIമാരായ ബിനു മോഹൻ, ബാബു മമ്പാട്ടിൽ എന്നിവർ ഈസ്റ്റ് ഹില്ലിൽ വെച്ച് പിടികൂടിയത്. BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ ഉൾപ്പെടെ 6 BJP നേതാക്കൾ പ്രതികളായ മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ നിർണായക വിധി ഇന്ന്. പ്രതിഭാഗത്തിന്റെ വിടുതൽ ഹർജിയിലാണ് കോടതി ഇന്ന് വിധി പറയുക. പ്രതികൾ നേരിട്ട് ഹാജരാകാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശിരൂർ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അർജുന്റെ കുടുംബം നൽകിയ പരാതിയിലെടുത്ത കേസിൽ നിന്ന് ലോറി ഉടമ മനാഫിനെ ഒഴിവാക്കും. മനാഫിനെതിരെ കേസെടുക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിരുന്നില്ല. മനാഫിന്റെ വീഡിയോയുടെ താഴെ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണം നടക്കുന്നു എന്നായിരുന്നു പരാതി. പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് മനാഫിന്റെ പേര് FIRൽ ഉൾപ്പെടുത്തിയതെന്നും പോലീസ് അറിയിച്ചു. സംസ്ഥാനത്ത് വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഡ്രൈവിംഗ് ലൈസൻസും കാത്തു കഴിയുന്നത് ലക്ഷത്തിലേറെ പേർ. പ്രിന്റ് ചെയ്ത RCക്ക് പകരം ഡിജിറ്റൽ രേഖ മതിയെന്ന് മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ യാത്ര ചെയ്യുന്നവർക്ക് RC ബുക്കും ലൈസൻസും കൈവശമില്ലാത്തത് പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. 1,29,078 വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളാണ് വിതരണം ചെയ്യാനുള്ളതെന്ന് ഔദ്യോഗിക രേഖകൾ വ്യക്തമാക്കുന്നു.
40,388 ലൈസൻസുകൾക്ക് വേണ്ടിയും അപേക്ഷകർ കാത്തിരിക്കുകയാണ്. പൈപ്പ് ലൈൻ വഴി വീടുകളിൽ പാചകവാതകം എത്തിക്കുന്ന സിറ്റി ഗ്യാസ് പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ റോഡിൽ നടക്കാവ് പോലീസ് സ്റ്റേഷന് സമീപം എടുത്ത കുഴി അപകട ഭീതി ഉയർത്തുന്നതായി പരാതി. റോഡിന് മധ്യഭാഗത്തായി എടുത്ത കുഴിക്കു ചുറ്റും നാട ചുറ്റി വെച്ചതു മാത്രമാണ് മുന്നറിയിപ്പ്. കുഴി സംബന്ധിച്ച് കൃത്യമായ മുന്നറിയിപ്പ് നൽകാൻ രാത്രി സംവിധാനം ഇല്ലാത്തതിനാൽ പ്രയാസപ്പെടുന്നുണ്ടെന്ന് യാത്രക്കാർ ചൂണ്ടിക്കാട്ടി. പൈപ്പ് ലൈനിൽ പരിശോധന നടത്താൻ ഒരാഴ്ച മുൻപാണ് ഇവിടെ കുഴിയെടുത്തത്. ബാലുശ്ശേരി മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണ പ്രവൃത്തി തുടങ്ങി. പറമ്പിൻ മുകളിൽ പഴയ വില്ലേജ് ഓഫീസിനു സമീപത്തായി റവന്യൂ വകുപ്പിനു കീഴിലുള്ള 72 സെന്റ് സ്ഥലത്തെ മണ്ണെടുത്ത് നീക്കാനുള്ള പ്രാരംഭ പ്രവൃത്തിയാണ് നടന്നുവരുന്നത്. 2021 സെപ്റ്റംബറിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ആണ് പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചത്. സാങ്കേതിക കാരണങ്ങളാൽ 2.5 വർഷക്കാലമായി പ്രവൃത്തി തുടങ്ങാൻ കഴിയാതെ നീണ്ടുപോവുകയായിരുന്നു. സ്വീഡനിൽ നിന്ന് എത്തിയ യാത്രക്കാരിയുടെ ലഗേജ് എത്തിക്കാൻ വൈകിയതിന് ഇത്തിഹാദ് എയർവേസ് 75,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഡൽഹി ഉപഭോക്തൃ കോടതിയുടെ വിധി. വിമാന കമ്പനിയുടെ സേവനത്തിൽ വീഴ്ച വന്നു എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് വിധി. ആശാദേവി എന്ന യാത്രക്കാരിയാണ് പരാതി നൽകിയത്. അതേസമയം തന്റെ ബാഗിൽ ഉണ്ടായിരുന്ന 30 ലക്ഷം രൂപയും 30 ഗ്രാം സ്വർണവും നഷ്ടപ്പെട്ടെന്ന യുവതിയുടെ ആരോപണം കോടതി തള്ളി. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.